വികസന വിപ്ലവം ഗീതാ ഗോപിനാഥ് വഴിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ CP നാരായണൻ പിണറായി വിജയന്റെ സമീപനങ്ങളിലെ കാതലായ ചില ദൗർബല്യങ്ങളാണ് ഇവിടെ NM പിയേഴ്സൺ ചൂണ്ടിക്കാട്ടിയത്. അതൊരു പ്രസ്ഥാനത്തിന് പരിഹരിക്കാൻ കഴിയാത്തതായിരുന്നു, അല്ലെങ്കിൽ ആ പ്രസ്ഥാനവുമായി സഹവർത്തിച്ചു പോകുമ്പോൾ അദ്ദേഹം സ്വായത്തമാക്കിയ ന്യൂനതകളായിരുന്നു എന്നതും ഇവിടെ പിയേഴ്സൺ വിശദീകരിക്കുകയുണ്ടായി. അത് സത്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇന്നലെ അദ്ദേഹം അച്ചടി മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റർമാരെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വികസനത്തിൻ്റെ വക്താക്കളായി മാറണം. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത്, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാവരും പിന്തുണയ്ക്കുന്ന വികസന സംരംഭങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നിയമസഭയിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത ചെറു ഗ്രൂപ്പുകളുടെ പ്രതിഷേധം കാരണം, അതെല്ലാം നിങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് കാരണം ഇവയുടെ വികസനം നടക്കുന്നില്ല എന്ന്. ഒരു ഭരണാധികാരി ഇത്ര ചുരുങ്ങരുത്. വികസനവുമായി ബന്ധപ്പെട്ട ആപ്തവാക്യം രചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അളവുകോലാകുന്നത് നിയമസഭാ പ്രാതിനിധ്യമല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ കൊക്കക്കോള വിരുദ്ധ സമരം ഉണ്ടാകില്ലല്ലോ. ശ്രീ CP നാരായണൻ, അവിടെയുള്ളവർക്ക് എന്ത് നിയമസഭാ പ്രാതിനിധ്യം? പക്ഷെ ലോകത്തിന് മുഴുവൻ മാതൃകയായ വലിയൊരു സമരമായിരുന്നു അത്. അത് ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് വലിയ കുത്തകകൾ ഏത് രൂപത്തിലുള്ള സാമൂഹ്യ പ്രതിരോധത്തിൻ്റെ ഭാഗമായി കീഴടക്കപ്പെടുത്താൻ കഴിയും എന്നതുമൊക്കെ തെളിയിച്ചതാണ്. അത് നമ്മുടെ മണ്ണിൽ നിന്നാണ്. ഈ ബോധത്തോടെ വേണ്ടേ വലിയ വികസന സ്വപ്നങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഭരണാധികാരി ആ സമൂഹവുമായി ഇടപഴകേണ്ടത്? അല്ല, ഈ പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാതെ നമുക്കിത് പറയുന്നതിൽ അർത്ഥമില്ല. വികസനമെന്ന് പറഞ്ഞാൽ ഉടനെ കൊക്കക്കോള മാത്രം നമ്മൾ കണ്ടാൽ പോരല്ലോ. ഇപ്പം നിങ്ങളുടെ മാധ്യമം തന്നെ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയും മറ്റുമൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ വികസനത്തിന് വഴിമുടക്കി നിൽക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ നേരെ മറിച്ച് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വികസനം അത്തരം വികസനമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് വേണു പറഞ്ഞു എന്നല്ല. ആ രീതിയിലുള്ള സമീപനം വരുന്നതിന് അർത്ഥമില്ല. LDF ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. ഒരു കാര്യവും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഈ ഉപദേശകരെ വെച്ചും ഈ ഭരണ സംവിധാനം വെച്ചും ചില കാര്യങ്ങൾ ബജറ്റ് അവതരിപ്പിച്ചു, അത് പാസ്സാക്കി എന്നതിലപ്പുറം കാര്യമായ നടപടികളിലേക്കൊന്നും നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ചെയ്ത് അതിൽ ഏതെങ്കിലും വളരെ അപകടകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പറയുന്നതിന് പകരം മുൻവിധി വെച്ച് LDF ഗവൺമെൻറ്റിനെയോ അതിൻ്റെ മുഖ്യമന്ത്രിയെയോ പറ്റി നിങ്ങൾ വിലയിരുത്തുമെങ്കിൽ നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യത്തിൽ നമുക്കെല്ലാവർക്കും അവരവരുടെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് പറഞ്ഞു വിടാനേ എനിക്ക് കഴിയുള്ളൂ. ശരി ശരി ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശരി ശരി, ഡോക്ടർ എം ജി മല്ലിക ഇവിടെ CP നാരായണൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഇവിടെ വികസന വിരോധികളാണ് ഇടതുപക്ഷം എല്ലാ കാലവും എന്ന ഒരു പരികൽപ്പനയുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ പരിഹരിക്കപ്പെടുന്നതിന് വലിയ തോതിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്താൻ എന്തായാലും മുൻകാല ഇടത് സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ EMSൻ്റെ സർക്കാരിനായാലും EK നായനാരുടെ സർക്കാരിനായാലും VSൻ്റെതിനായാലും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ C അച്യുതമേനോൻ്റെ കീർത്തി എന്തായാലും ഈ പറയുന്ന ഭരണകർത്താക്കൾക്കാർക്കും സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അങ്ങനെ ഒരു ഭാവി വികസന പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നില്ലേ? അതിന് പരിഹാരം കാണണമെന്ന ആലോചന അദ്ദേഹത്തിൽ സജീവമായി നിൽക്കുന്നില്ലേ? ശ്രീ CP നാരായണൻ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരു മധുവിധു കാലത്തിൻ്റെ ആനുകൂല്യം അതുകൊണ്ട് പിണറായി വിജയന് നൽകാവുന്നതാണോ? യഥാർത്ഥത്തിൽ വികസനം എന്ന കാഴ്ചപ്പാട്, വികസനം എന്നാൽ എന്താണ് എന്ന കാഴ്ചപ്പാട് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്നതിന് ന്യായമുണ്ട്. കാരണം വികസനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാർക്കറ്റ് വെച്ചുകൊണ്ടുള്ള വികസനമാണ്, അല്ലെ മുതലാളിത്ത വികസനമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസനം എന്ന് പരസ്യമായി പറയുകയാണെങ്കിൽ അത്തരത്തിലേക്കുള്ള വികസനത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അംഗീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു ഉപദേശക അക്കാദമിക് തലത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയായിട്ടുള്ള ഒരു വ്യക്തിയെ നിയമിച്ചതിൽ യാതൊരു തരത്തിലുള്ള അപാകതയുമില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ അടക്കമുള്ള നേരത്തെ CP നാരായണൻ ചോദിച്ചു ലജ്ജ തോന്നുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ ആശങ്കയാണ് മുന്നോട്ട് വെക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം വ്യക്തികളിൽ നിന്ന് ഉപദേശം തേടുന്നത് ഒരു ചർച്ചയുടെ തലത്തിലാണെങ്കിൽ അതേപോലെയുള്ള ആശങ്കയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം
ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബദലുകൾ ഉണ്ട് എന്ന തരത്തിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത്തരത്തിലേക്കുള്ള സാമ്പത്തിക ശാസ്ത്ര വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വളർന്നു വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒരു ലിബറൽ നയങ്ങൾ പിന്തുടരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയെ ഉപദേഷ്ടാവാക്കി വെക്കുകയും അങ്ങനെയാണ് വികസന വിരുദ്ധർ എന്ന് പറയുന്ന നിലപാടിന് തടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ വികസനത്തിന് അനുകൂലമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നയപരമായിട്ടുള്ള വ്യതിയാനം സംഭവിച്ചു എന്ന് തന്നെ വ്യക്തമാക്കാവുന്നതാണ്. ആ തരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഞാൻ കരുതുന്നത് സ്വാഭാവികമായിട്ട് ഇതിന് വ്യത്യസ്തമായി പൊതുമേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ദാരിദ്ര്യം നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ ഈ നമ്മുടെ വികസനം അല്ലെങ്കിൽ ഉൽപ്പാദനവും എന്ന് പറയുന്ന, എന്താണ് ഉൽപ്പാദനം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസം വരുത്തുക. കൺസെപ്ച്വൽ ഡിഫറൻസ്, ഇതിലൊക്കെ തന്നെ കൺസെപ്ച്വൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നത് കമോഡിറ്റിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെയും പ്രകൃതിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ശാസ്ത്ര ശാഖകളും അതുമായി ബന്ധപ്പെട്ടുള്ള തിയറീസും വികസിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യം തന്നെ വളരെ കൃത്യമായ രീതിയിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ലിബറൽ വികസന നയമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എതിർത്തത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് അത് ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഇതിനപ്പുറത്തേക്കുള്ളൊരു ബദൽ, നമ്മൾ കാണുന്ന ഈ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ മുതലാളിത്ത അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വാല്യൂവിന് അപ്പുറത്തേക്കുള്ളൊരു വാല്യൂ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുകയും അത്തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെയും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഈ സാമ്പത്തിക ഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള തന്നെ വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നയമുള്ള അല്ലെങ്കിൽ കൃത്യമായ മുതലാളിത്ത നയം പുലർത്തുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയെ ഉപദേഷ്ടാവായി നിയമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന നയ വ്യതിയാനം ഉണ്ടാവില്ലേ, വ്യതിയാനം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് അവകാശമുണ്ട്. ശ്രീ ലിജു, ഇവിടെ ഒരു വികസന പ്രതിസന്ധി ഉണ്ട് എന്നത് സത്യമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ഒരു മനോഭാവവുമുണ്ട്. അതൊരു ഉയർന്ന മധ്യവർഗത്തിൻ്റെ മനോഭാവമാണ്, സാലറീഡ് ക്ലാസിൻ്റെ മനോഭാവമാണ്. ഒരു തരത്തിലുള്ള ഭരണത്തിൻ്റെ മുന്നോട്ട് പോക്കും അവർ അംഗീകരിക്കില്ല. കാരണം അത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്നത് കൊണ്ട്. ഈ ഘടനയെ പൊളിക്കാനാണ് നോക്കുന്നത്. വൻ കുതിപ്പുകളിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന ഒരു പ്രത്യേക നിക്ഷിപ്ത താല്പര്യം ഒരു ശക്തമായ തടസ്സമായി രൂപപ്പെട്ടിരിക്കുന്നു. അത് ഭേദിക്കേണ്ടതുണ്ട് എന്നൊരാലോചനയാകാം പിണറായി വിജയൻ എന്ന ഭരണാധികാരി ഇപ്പോൾ ആ ആലോചനയാകാം പിണറായി വിജയനെ അലട്ടുന്നത് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ് പിണറായി വിജയൻ ആരായുന്നത് എങ്കിൽ, അതിൻ്റെ ഒരു പൊതു താല്പര്യം മുൻനിർത്തി അതിനൊരു സാവകാശം കൊടുക്കാൻ കഴിയുന്നതല്ലേ പ്രതിപക്ഷത്തിന്? അല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ പുറത്തുനിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് നേരത്തെ വേണു തന്നെ പറഞ്ഞതുപോലെ നാളിതുവരെ കേരളം ഭരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ പശ്ചിമബംഗാളും കേരളത്തിലും ഭരിച്ചിട്ടുള്ള CPM ഗവൺമെൻറ്റുകൾക്ക് എടുത്തു കാണിക്കത്തക്ക സാമൂഹ്യ പുരോഗതിയോ വലിയ വികസന നേട്ടങ്ങളോ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വലിയ വിമർശനം അന്തരീക്ഷത്തിലുണ്ട്. അത് മാത്രമല്ല, നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉണ്ടാകാവുന്ന വികസന സാധ്യതകളെ തടസ്സപ്പെടുത്തി എന്ന ആരോപണവുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്ത് കമ്പ്യൂട്ടർ രംഗത്തൊക്കെ ഉണ്ടാകാമായിരുന്ന വലിയ വികസനത്തെ വരട്ട് തത്വവാദങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്തി എന്ന ആരോപണം CPMൻ്റെ മേലുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയായി ഈ ടൈമിൽ അധികാരത്തിലെത്തിയിരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ മേൽ അതൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ക്ലച്ചസിൽ നിന്നൊക്കെ മോചിതനാകാൻ അദ്ദേഹത്തിന് ആഗ്രഹം കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ ഒരു സംസ്ഥാനത്തോ ഓരോ പ്രദേശത്തോ നടപ്പിലാകാത്ത ഇത്തരം വരട്ടുവാദങ്ങൾ കൊണ്ട് കാര്യമില്ല, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്ന ഉപദേശം അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം ശ്രീമതി ഗീതാ ഗോപിനാഥിനെ പോലുള്ള ആളുകളിൽ ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്യുന്ന അത്തരം സാഹചര്യത്തിലാകാം. പക്ഷേ ഇവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം, അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ ശ്രീമതി ഗീതാ ഗോപിനാഥൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞാൽ വരട്ടുവാദികളല്ലാത്ത
പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സാധ്യതകളും അറിയാവുന്നവരെ പോലും ആശങ്കപ്പെടുത്തുന്ന ചില നിലപാടുകൾ ശ്രീമതി ഗീതാ ഗോപിനാഥിനെ പോലുള്ളവരെടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ വ്യക്തമാക്കിയതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയും സബ്സിഡിയുടെ കാര്യത്തിലും അതോടൊപ്പം ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിലുമൊക്കെ ചില ആശങ്കകൾ അവരുടെ നിലപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കൺഫ്യൂഷനിലായിരിക്കും. നിലവിലുള്ള തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് ഒരു നേട്ടവുമില്ല എന്നറിയാവുന്ന ബോധ്യപ്പെട്ട ശ്രീ പിണറായി വിജയൻ പുതിയ ഉപദേശങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ അതും ജനവിരുദ്ധമായി മാറരുത് എന്ന മാറുമോ എന്നൊരു ആശങ്ക പ്രതിപക്ഷത്തിനും ഒരു കാര്യം കൂടി വേണം. നേരത്തെ ശ്രീ CP നാരായണൻ ലെനിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടു, നമുക്ക് ഒന്നിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്രീമതി ഗീതാ ഗോപിനാഥിനെ കൊണ്ടുവരുന്നത് എന്ന്. ഇതുവരെ മനസ്സിലാക്കാതെയാണോ നിങ്ങൾ ഇതുവരെ നഖശികാന്തം നവലിബറൽ ആശയങ്ങളെ ഒന്നടങ്കം എതിർത്തുകൊണ്ടിരുന്നത്? അപ്പോൾ അറിയാൻ വയ്യാതിരുന്നൊരു കാര്യത്തെ എതിർത്തു എന്ന് അംഗീകരിക്കാനുള്ള ഒരു സത്യസന്ധതയെങ്കിലും മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ പ്രകടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെങ്കിലും പ്രകടിപ്പിക്കുന്നത് നന്നായിരിക്കും. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം അവസാനമായി ചർച്ച ചെയ്യുന്നത് പിണറായി മോഡൽ വികസനം പ്രതീക്ഷ നൽകുമോ? ഇടവേളയ്ക്ക് ശേഷം.